ഹലോ വെൽക്കം ബാക്ക് ടു ജന്നാസ് റെസിപ്പീസ്. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഇഡ്ലി മാവ് അല്ലെങ്കിൽ ദോശമാവൊക്കെ വീട്ടിലുണ്ട് എന്നുണ്ടെങ്കിൽ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു മസാല ദോശ ബൈറ്റ്സിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഈസിയാണ് ഉണ്ടാക്കാൻ, കുട്ടികൾക്ക് ടിഫിൻ ബോക്സിലോ അല്ലെങ്കിൽ സ്നാക്ക് ബോക്സിലൊക്കെ കൊടുത്തു വിടാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത്. അതുപോലെ തന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനും കൂടി മറക്കരുത്. അപ്പോൾ ഈ മസാല ദോശ ബൈറ്റ്സിനായിട്ട് ആദ്യം നമുക്ക് മസാല ഉണ്ടാക്കണം. അതിനായിട്ട് മീഡിയം സൈസിലുള്ള 2 ഉരുളക്കിഴങ്ങ് ഉപ്പ് ചേർത്ത് വേവിച്ചെടുത്തതാണ്. അത് നമുക്കൊന്ന് ഉടച്ചെടുത്ത് മാറ്റി വെക്കാം. ഇനി ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. 1/2 ടീസ്പൂൺ കടുകിട്ട് പൊട്ടുമ്പോൾ 1/2 ടീസ്പൂൺ പൊടിയായിട്ട് കട്ട് ചെയ്തിട്ടുള്ള ഇഞ്ചിയും, എരിവിനായിട്ട് ഒരു പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തതും കുറച്ച് കറിവേപ്പില കട്ട് ചെയ്തതും ചേർത്തിട്ട് നമുക്ക് ഒന്ന് വഴറ്റിയെടുക്കാം. ഇതൊന്ന് വഴന്ന് വരുന്ന സമയത്ത് ഇതിലേക്ക് പൊടിയായിട്ട് കട്ട് ചെയ്തിട്ടുള്ള ഒരു വലിയ സവാളയുടെ പകുതിയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. സവാള ചേർത്തിട്ട് നന്നായിട്ട് വഴന്ന് വന്നാൽ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കണം. എന്നിട്ട് വീണ്ടും ഒന്നുകൂടി ഒന്ന് മിക്സ് ആക്കിയെടുക്കാം. മഞ്ഞൾപ്പൊടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ആ പച്ച കുത്തുന്ന മണമൊന്ന് മാറിക്കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കാം. നമ്മൾ വേവിച്ചിട്ട് നന്നായിട്ട് ഉടച്ച് മാറ്റി വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങ് ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കിയെടുക്കാം. ആ സവാളയും എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്കിതിലേക്ക് പൊടിയായിട്ട് കട്ട് ചെയ്തിട്ടുള്ള മല്ലിയില ഒരു 1-1.5 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സാക്കി കഴിഞ്ഞാൽ നമുക്കിത് ഒന്ന് തണുത്തതിന് ശേഷം ചെറിയ ഉരുളകളാക്കി എടുക്കണം. അപ്പോൾ ഇത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒന്ന് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. അതിന് ശേഷം ഇതുപോലെ ചെറിയ ഉരുളകളാക്കി എടുക്കാം. ഇനി നമുക്ക് വേണ്ടത് ഇഡ്ലി മാവാണ്. അപ്പോൾ ഞാനൊരു ബൗളിലേക്ക് കുറച്ച് ഇഡ്ലി മാവ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ട് ഒന്ന് മിക്സ് ആക്കി എടുക്കാം. ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം നമ്മളിത് ഉണ്ടാക്കുന്നത് ഉണ്ണിയപ്പച്ചട്ടിയിലാണ്. അപ്പോൾ ഉണ്ണിയപ്പച്ചട്ടിയിലേക്ക് ആദ്യം നന്നായിട്ട് കുറച്ച് ഓയിലോ നെയ്യോ എന്തെങ്കിലും ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ കുറച്ച് നെയ്യൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുകയാണ് എല്ലാ കുഴിയിലേക്കും. ഒരുപാടൊന്നും വേണ്ട, ജസ്റ്റ് ഇത് നോൺ സ്റ്റിക്കിൻ്റെ പാൻ ആയതുകൊണ്ട് ഒട്ടിപ്പിടിക്കാണ്ടെന്ന് കരുതിയിട്ട് കുറച്ച് മാത്രം ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ഓരോ കുഴിയിലേക്കും ഒരു 1/4 ഭാഗം മാത്രം മാവ് ഒഴിച്ചു കൊടുക്കുക. നിറയെ ഒഴിച്ചു കൊടുക്കരുത്. നമുക്കിതിലേക്ക് ആ മസാല ബോൾസ് ഇട്ട് കൊടുക്കാനുള്ളതാണ്. ഓരോ കുഴിയിലേക്കും മാവ് ഒഴിച്ചതിന് ശേഷം അതിന് നടുക്കിലേക്ക് നമുക്ക് ഇതുപോലെ ഓരോ ബോൾസും വെച്ച് കൊടുക്കാം. എന്നിട്ട് കൈ വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ആ ബോൾസ് കവർ ചെയ്ത് നിൽക്കുന്ന രീതിയിൽ ഓരോ ബോൾസിന് മുകളിലേക്കും കുറച്ച് മാത്രം മാവ് ഒഴിച്ചു കൊടുക്കാം. എല്ലാത്തിനും മുകളിലും ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്കിത് പെട്ടെന്ന് വേവാൻ വേണ്ടിയിട്ട് ഒന്ന് അടച്ച് വെക്കാം. പെട്ടെന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി, അല്ലെങ്കിൽ അടിഭാഗം കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഒരു 2-3 മിനിറ്റ് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ തന്നെ ഒന്ന് വെന്ത് വരും. അടിഭാഗം ഒന്ന് വെന്ത് കഴിഞ്ഞാൽ നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ മുകൾ ഭാഗം കൂടി വേവാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അടിഭാഗം ഒന്ന് സെറ്റായി വന്നാൽ നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് വീണ്ടും ഒന്ന് അടച്ച് വെക്കാം. ഒരു 1-2 മിനിറ്റ് കൂടി അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. ഇനി നമുക്കിത് പാനിൽ നിന്നും മാറ്റാം. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള മാവും അതുപോലെ തന്നെ മസാല ബോൾസും ഒക്കെ വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇഡ്ലി മാവ് വീട്ടിൽ ഇരിപ്പുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് വൈകുന്നേരം ആയാലും അല്ലെങ്കിൽ രാത്രിയിലൊക്കെ ആണെന്നുണ്ടെങ്കിലും എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു മസാല ദോശ പനിയാരെന്നോ അല്ലെങ്കിൽ മസാല ദോശ ബൈറ്റ്സ് എന്നൊക്കെ പറയാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി റെസിപ്പിയാണ്. സാധാരണ നമ്മൾ ഇഡ്ലിയുടെ ദോശയുടെയൊക്കെ കൂടെ കഴിക്കുന്ന ഏത് ചട്നിയോ ചമ്മന്തിയൊക്കെ കൂട്ടിയിട്ട് കഴിക്കാനും അടിപൊളിയാണ്. കുട്ടികൾക്ക് ടിഫിൻ ബോക്സിൽ കൊടുത്തു വിടാനോ അല്ലെങ്കിൽ സ്നാക്ക് ബോക്സിലൊക്കെ കൊടുത്തു വിടാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പി കൂടിയാണ്. അപ്പോൾ ഇതുവരെ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻ്റായിട്ട് അറിയിക്കുക. നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത്. അതുപോലെ തന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനും കൂടി മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് മറ്റൊരു അടിപൊളി റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.